കേരള കോൺഗ്രസ് നേതാവ് അപ്പു ജോസഫുമായി സംസാരിക്കുന്നു ഞങ്ങളുടെ പ്രതിനിധി ആഷിഖ്. നാളത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഏറ്റവും നിർണായകമാകുന്ന കക്ഷി അത് കേരള കോൺഗ്രസുകളാണെന്നുള്ള വിലയിരുത്തലുകളാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ഫലം ഒരുപക്ഷെ കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെ തന്നെ പലതരത്തിൽ സ്വാധീനിച്ചേക്കുമെന്നുള്ള വിലയിരുത്തലുകൾ ഈ ഘട്ടത്തിൽ വരുന്നു. നമുക്കൊപ്പം കേരള കോൺഗ്രസിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ അപ്പു ജോസഫ് ആണുള്ളത്, തൊടുപുഴയിലെ UDF സ്ഥാനാർത്ഥിയാണ്. അപ്പു ചേട്ടാ, എങ്ങനെയാണ് നാളത്തെ ഫലം? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാണി ഗ്രൂപ്പിനേക്കാൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കേരള കോൺഗ്രസിനായി ഇത്തവണയും ആ ആത്മവിശ്വാസമുണ്ടോ? പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോളുകളുടെ ഫലങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ആ ഒരു ദിശയിലേക്കാണ്. കേരള കോൺഗ്രസിനും മാത്രമല്ല ഐക്യജനാധിപത്യ മുന്നണി പൊതുവായി ഒരു ഉജ്ജ്വല വിജയം നേടുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോഴുള്ള ഒരു ഈ എക്സിറ്റ് പോളുകളുടെ വെളിച്ചത്തിൽ നമ്മൾ പറയുകയാണ്. അത് മാത്രമല്ല, കേരളത്തിലെ പൊതുജനം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുള്ള കാര്യം അത് വ്യക്തമാണ്. അത് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം അതിൻ്റെ ഒരു സൂചികയായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് ഈ തെരഞ്ഞെടുപ്പിലും ഒരു വലിയ വിജയം UDF ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. മാണി ഗ്രൂപ്പുമായി പലയിടങ്ങളിലും നേരിട്ട് മത്സരിക്കുന്നു. തൊടുപുഴയിൽ പോലും മാണി ഗ്രൂപ്പുമായിട്ടാണ് മത്സരം. എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ട് കേരള കോൺഗ്രസുകളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? 3 സീറ്റുകളിലാണ് നമ്മൾ നേരിട്ട് മത്സരിക്കുന്നത്: തൊടുപുഴ, എടത്തുരുത്തി, ചങ്ങനാശ്ശേരി. ഈ 3 ഇടങ്ങളിലും കേരള കോൺഗ്രസ് വിജയിക്കുമെന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തവണ മത്സരിക്കുന്ന 8 സീറ്റുകളിൽ ഒരു വലിയ ഒരു UDF തരംഗമുണ്ടെങ്കിൽ 8ഉം ജയിക്കാവുന്ന സാധ്യതയാണ്. അല്ലെങ്കിൽ തന്നെ എക്സിറ്റ് പോളുകൾ പറഞ്ഞിരിക്കുന്നത് 7 സീറ്റുകൾ വരെ ജയിക്കാമെന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പി ജോസഫ് സാർ പറഞ്ഞത് 2 കൊഴിയും എന്നാണ്. ഈ തെരഞ്ഞെടുപ്പിലും 2 കൊഴിയുമോ? അല്ല, അങ്ങനെ 2 കൊഴിയോ എന്നുള്ളതല്ല. ഐക്യജനാധിപത്യ മുന്നണി ഉജ്ജ്വല വിജയം നേടും. PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന യഥാർത്ഥ കേരള കോൺഗ്രസ് ഉജ്ജ്വല വിജയം നേടി ഭരണത്തിൽ പങ്കാളിയാവും. തീർച്ചയായും. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസവും സംസാരിച്ചതാണ്. തൊടുപുഴയിലെമ്പാടും VD സതീശന്റെ ഫ്ലക്സുകളാണ്. VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നുള്ളൊരു വികാരം പൊതുവിൽ ജനങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. തൊടുപുഴയുടെ MLA ആയി ജയിച്ചു വന്നാൽ അങ്ങയുടെ അഭിപ്രായവും അതുതന്നെയായിരിക്കുമോ? ആര് മുഖ്യമന്ത്രിയാകണമെന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര വിഷയമാണ്. കോൺഗ്രസ് പാർട്ടിയിൽ നല്ല നേതാക്കന്മാരുണ്ട്, മുതിർന്ന ധാരാളം നേതാക്കന്മാരുണ്ട്, യോഗ്യതയുള്ള ധാരാളം നേതാക്കന്മാരുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ്. അതാ പാർട്ടിയുടെ ഒരു മേന്മയാണ്. കാരണം ഇത്രയധികം നേതൃപാടവമുള്ള അല്ലെങ്കിൽ ബലമുള്ള മറ്റൊരു പാർട്ടി ഇന്ത്യയിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ നേതൃത്വത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ അത് സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നതാണ്. അത് ഉചിതമായ തീരുമാനമെടുക്കാനുള്ള നേതൃത്വം ആ പാർട്ടിക്കുണ്ട്. അത് ആ പാർട്ടിയുടെ ആഭ്യന്തര വിഷയമാണ്. അത് ഹൈക്കമാൻഡോ അല്ലെങ്കിൽ KPCC എടുക്കുന്ന തീരുമാനത്തെ പിന്തുണച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കും കേരളത്തിലെ ഓരോ ഘടകകക്ഷികളുടെ നിലപാടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ലീഗ് പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞത് ജനവികാരമാണ് VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നുള്ളതാണ്. എക്സിറ്റ് പോളും ആ നിലയിൽ തന്നെ കാണിക്കപ്പെടുന്നു. പൊതുവിൽ ജനങ്ങൾ തെരുവിൽ കാണുന്നതും ആ അഭിപ്രായമാണ്. ജനവികാരം അതാണ് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ജനവികാരം എന്നൊക്കെ പറയുന്നത് അത് എന്തൊക്കെ ആയാലും ഒരു പാർട്ടിയുടെ ആഭ്യന്തര വിഷയത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നത് ഉചിതമല്ല എന്നുള്ള ഒരു നിലപാടുകാരനാണ് ഞാൻ. അത് കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അത് കോൺഗ്രസ് പാർട്ടി വേണ്ട സമയത്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. തീർച്ചയായും. ഏറ്റവും അവസാനമായ ഒരു ചോദ്യം, പുറപ്പുഴ വീട്ടിൽ നിന്ന് തൊടുപുഴയ്ക്ക് ഒരു മന്ത്രി ഒരു തവണ കൂടി ഉണ്ടാകും? ശരി, അപ്പു ജോസഫുമായി ആഷിഖ് സംസാരിക്കുകയായിരുന്നു. ഭരണമാറ്റം ഉറപ്പാണ് എന്നാണ് അപ്പു ജോസഫ് പറയുന്നത്.